2000 വർഷങ്ങൾക്ക് മുൻപ് ക്രിസ്തുവിനെ അടക്കം ചെയ്ത കല്ലറ 2016 ഒക്ടോബറിൽ വീണ്ടും തുറന്നപ്പോൾ സംഭവിച്ച അത്ഭുതങ്ങൾ ലോകത്തെ അതിശയിപ്പിക്കുന്നു. ഇന്ന് ലോകത്തിൽ നിരവധി മഹാന്മാരുടെ കല്ലറകൾ കാണാൻ കഴിയുമെങ്കിലും മൃതശരീരമോ അതിൻ്റെ അവശിഷ്ടങ്ങളോ ഇല്ലാത്ത ഒരേയൊരു കല്ലറ മാത്രമേ ലോകചരിത്രത്തിലുണ്ടായിട്ടുള്ളൂ. അത് യേശുക്രിസ്തുവിൻ്റെ കല്ലറയാണ്. കാരണം അവിടുന്ന് മാത്രമാണ് മരണത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഉത്ഥാനം ചെയ്തവൻ. പുനരുത്ഥാനത്തിലൂടെ അവിടുന്ന് പിശാചിനെയും പാപത്തെയും മരണത്തെയും പരാജയപ്പെടുത്തിയ ദൈവപുത്രനാണെന്ന് സ്ഥിരീകരിച്ചു. 2016 ഒക്ടോബറിലായിരുന്നു വൻ ശാസ്ത്ര സംഘത്തിൻ്റെ സാന്നിധ്യത്തിൽ ജെറുസലേമിലുള്ള ക്രിസ്തുവിൻ്റെ തിരുക്കല്ലറ വീണ്ടും തുറന്നത്. ഈ കല്ലറ തുറന്നപ്പോൾ അത് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് നിരവധി അത്ഭുതങ്ങൾ നടന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒരു പ്രത്യേകതരം സുഗന്ധം കല്ലറ തുറന്നപ്പോൾ മുതൽ ഈ പ്രദേശത്ത് വ്യാപിക്കുകയായിരുന്നുവെന്ന് അനുഭവസ്ഥർ പറയുന്നു. കല്ലറ തുറന്നപ്പോൾ ആ പ്രദേശത്ത് അനുഭവപ്പെട്ട ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ശാസ്ത്രലോകത്തെ അത്ഭുതപ്പെടുത്തി. മനുഷ്യനിർമ്മിതമായ ശാസ്ത്രീയ ഉപകരണങ്ങൾക്കൊന്നിനും അളക്കാൻ പറ്റാത്ത വിധം ശക്തമായിരുന്നു ഈ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് ശാസ്ത്രലോകം വെളിപ്പെടുത്തുന്നു. ഈ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനും ക്രിസ്തുവിൻ്റെ ശരീരം കല്ലറയിൽ പൊതിഞ്ഞു സൂക്ഷിച്ച തിരുക്കച്ചിയിൽ പതിഞ്ഞ ചിത്രവുമായി ബന്ധമുണ്ടെന്നുള്ള ഗവേഷണ ഫലങ്ങൾ പുറത്തു വന്നിരുന്നു. ഇറ്റലിയിലെ ദേശീയ ഏജൻസിയായ എനർജി ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് തിരുക്കച്ചിയെ സംബന്ധിച്ച് നീണ്ട വർഷങ്ങൾ ശാസ്ത്രീയ പഠനങ്ങൾ നടത്തിയിരുന്നു. ഈ പഠന റിപ്പോർട്ടിൽ പ്രതിപാദിച്ചിരിക്കുന്ന റേഡിയേഷൻ തരംഗങ്ങളും ക്രിസ്തുവിൻ്റെ കല്ലറ തുറന്നപ്പോൾ അനുഭവപ്പെട്ട റേഡിയേഷൻ തരംഗങ്ങളും സമാനമാണ് എന്ന ശാസ്ത്രീയ കണ്ടുപിടുത്തം ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നു. തിരുക്കച്ചയിൽ പതിഞ്ഞിരിക്കുന്ന ചിത്രം തീവ്രമായ പ്രകാശത്തിൻ്റെ ഫലമായിട്ടാണ് ഉണ്ടായിരിക്കുന്നതെന്ന് ശാസ്ത്ര സംഘം കണ്ടെത്തിയിരുന്നു. വാക്വം അൾട്രാവയലറ്റ് എന്ന പ്രത്യേകതരം റേഡിയേഷനാണ് തിരുക്കച്ചയിൽ ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പതിയുവാൻ കാരണമായതെന്ന് ശാസ്ത്ര സംഘം അഭിപ്രായപ്പെടുന്നു. ഒരു ലിനൻ തുണിയിൽ സാധാരണ ഉയരവും ശരീരഭാരവുമുള്ള ഒരാളുടെ ചിത്രം രേഖപ്പെടുത്തുന്നതിനായി 34,000 ബില്യൺ വാട്ട്സ് പ്രസരണശേഷിയുള്ള വാക്വം അൾട്രാവയലറ്റ് റേഡിയേഷൻ ആവശ്യമാണ്. എന്നാൽ ശാസ്ത്ര സഹായത്തോടെ മനുഷ്യൻ വികസിപ്പിച്ചെടുത്ത വാക്വം അൾട്രാവയലറ്റ് റേഡിയേഷൻ്റെ ശക്തി വളരെ കുറച്ച് ബില്യൺ വാട്ട്സിൽ മാത്രം ഒതുങ്ങുന്നു. തിരുക്കച്ചയിൽ 34,000 ബില്യൺ വാട്ട്സ് പ്രസരണശേഷിയിലൂടെ മാത്രം രൂപപ്പെടുത്തുവാൻ സാധിക്കുന്ന ഒരു ചിത്രം പതിഞ്ഞതിനെ അതിമാനുഷികം എന്നാണ് ശാസ്ത്രലോകം വിശേഷിപ്പിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ കല്ലറ തുറന്നപ്പോൾ അനുഭവപ്പെട്ട റേഡിയേഷൻ തരംഗങ്ങളും തിരുക്കച്ചയിൽ ക്രിസ്തുവിൻ്റെ ചിത്രം പതിയുവാൻ കാരണമായ റേഡിയേഷനും സമാനമാണ് എന്നുള്ളത് ഇന്നും ജീവിക്കുന്ന ക്രിസ്തുവിൻ്റെ അസ്തിത്വത്തെയാണ് എടുത്തു കാണിക്കുന്നത്. ശാസ്ത്രലോകം അത്ഭുതത്തോടെ മാത്രം നോക്കിക്കാണുന്ന ഈ ഗവേഷണ ഫലങ്ങൾ മനുഷ്യൻ്റെ ബുദ്ധിക്കും ശാസ്ത്രത്തിൻ്റെ പരിമിതികൾക്കും അപ്പുറമുള്ള ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ധാരാളം അത്ഭുതങ്ങളും രോഗശാന്തികളും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ അവിടുത്തെ കല്ലറ തുറന്നപ്പോൾ സംഭവിച്ച അതിമാനുഷികവും ശാസ്ത്രത്തിന് പോലും വിവരിക്കാൻ കഴിയാത്തതുമായ പ്രതിഭാസങ്ങൾ അവിടുന്ന് ഇന്നും ജീവിക്കുന്ന ദൈവമാണെന്നും പ്രപഞ്ച സൃഷ്ടിയിൽ പിതാവിനോടൊപ്പമുണ്ടായിരുന്നവനാണെന്നും അവിടുന്ന് സകല പ്രപഞ്ചത്തിൻ്റെ മേലും അധികാരമുള്ളവനുമാണെന്നുള്ള സത്യം ലോകത്തോട് പ്രഘോഷിക്കുന്നു. ലോകത്തിലെ മറ്റെല്ലാ മതസ്ഥാപകരും അവരുടെ മരണത്തോടെ ഈ ഭൂമിയിൽ വെറും ഓർമ്മയായി മാറി. എന്നാൽ യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നു. കാരണം അവിടുന്ന് വെറും ഒരു മതസ്ഥാപകനല്ല, അവിടുന്ന് ദൈവമാണ്. അവിടുന്ന് ലോകരക്ഷകനും ഏകരക്ഷകനുമാണ്. മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്ന ഏതൊരുവനും, അവൻ ഏത് മതത്തിൽ വിശ്വസിക്കുന്നവനുമാകട്ടെ, യേശുക്രിസ്തുവിലൂടെ മാത്രമേ രക്ഷ പ്രാപിക്കുവാൻ സാധിക്കൂ. അതിനാൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി യേശുനാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്ന സത്യം ലോകം മുഴുവൻ തിരിച്ചറിയട്ടെ.